ഹലോ ഹായ് നമസ്കാരം. നമ്മൾ ഈ ചാനലിൽ ഒരുപാട് സിനിമകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്, ഗംഭീര സിനിമയാണ്, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞ് കുറേ സിനിമകൾ. അതുപോലെ തന്നെ ഇടയ്ക്കും തലയ്ക്കുമൊക്കെ ആയിട്ട് മറ്റ് യൂട്യൂബ് ചാനലുകളും ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കോണ്ടൻറ്റാണ്, അല്ലെങ്കിൽ നല്ല രസമുള്ള അവതരണമാണ്, അല്ലെങ്കിൽ ഇവരിൽ നിന്ന് ഇനിയും നമുക്ക് കിട്ടാൻ ഒരുപാടുണ്ട് എന്ന് ഫീൽ ചെയ്തിട്ടുള്ള ചില ചാനലുകൾ വീഡിയോ ആയി ചെയ്തും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെയും വളർച്ചയുടെ കാലഘട്ടത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട്. അവരെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ എനിക്ക് നല്ല കോണ്ടൻ്റ് ആണ് എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ചാനലിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ എന്ത് കുഴപ്പമാണുള്ളത്, അല്ലേ? പിൽക്കാലത്ത് നല്ല റീച്ച് കിട്ടിയിട്ടുള്ള ഒരുപാട് ഫോളോയിങ് ഒക്കെ വന്നിട്ടുള്ള ചാനലുകളുടെയൊക്കെ തുടക്കകാലത്ത് ചെറിയൊരു സപ്പോർട്ട്, ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ വലുതായിരുന്നില്ല, അവരല്ലെങ്കിലും വലുതാവും, നമ്മൾ അതിൻ്റെ ഒരു ചെറിയ പുഷ് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷവും അഭിമാനമൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഒരു 4 യൂട്യൂബ് ചാനലുകൾ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നെനിക്ക് പറയാൻ തോന്നുന്ന 4 യൂട്യൂബ് ചാനലുകൾ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ പേഴ്സണലി ഇവരുടെ വീഡിയോസ് കാണാറുണ്ട്, എനിക്ക് വളരെ ഇഷ്ടമുള്ള വീഡിയോസാണ്. വേറെ ഉണ്ട് കേട്ടോ, ഒരുപാട് ചാനലുകളുണ്ട്. പക്ഷേ ഈ 4 ചാനലുകൾ എനിക്ക് തോന്നുന്നു ഇത് കുറേം കൂടി ആളുകൾ ശ്രദ്ധിക്കേണ്ട, വളരെ സിമ്പിളായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചാനൽസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എനിക്ക് കുറേ ആൾക്കാർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ മോശം കോണ്ടൻറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ മോശം രീതിയിൽ കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാനലുകളെ കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ ആണ്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ തരം കോണ്ടൻറ്റും എല്ലാ ഭാഷകളിലും ഇറങ്ങുന്നുണ്ട്. അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു സിനിമ ഉണ്ടാകുന്നു, ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട് സിനിമയുടെ നിരൂപണമുണ്ട്, ഗാനങ്ങളുടെ നിരൂപണമുണ്ട്, അതിലെ തിരക്കഥയെക്കുറിച്ചും സംവിധാനത്തെക്കുറിച്ചും, പിന്നെ ഇതിലെ ഗോസിപ്പുകളടക്കം എല്ലാ തരത്തിലും എല്ലാ കാര്യങ്ങളെയും കൺസ്യൂം ചെയ്യുകയും ആളുകളിലേക്ക് എത്തുകയും അതുവഴി വരുമാനം ഉണ്ടാക്കുന്ന രീതികളൊക്കെ ഉണ്ട്. അതിപ്പോൾ യൂട്യൂബിൽ മാത്രമല്ല, നമ്മൾ റിയൽ ലൈഫിൽ എടുത്ത് നോക്കിയാലും ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ യൂട്യൂബിലേക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകൾക്ക് ഒരുപാട് തരത്തിലുള്ള ഒപ്പീനിയൻസ് ഉണ്ട്. അത് പല രീതിയിലായിരിക്കും ആൾക്കാർ എക്സ്പ്രസ് ചെയ്യുക. അതിനെ പല ആളുകളും അവരവരുടെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ട് ഇങ്ങനെ അളക്കാറുണ്ട്. അയ്യേ, ഇങ്ങനത്തെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ വളരെ മോശമാണ്, അങ്ങനത്തെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലത്തെ കണ്ടന്റാണ് കണ്ടന്റ് എന്നൊക്കെയുള്ള തോന്നലുകൾ പല ആളുകൾക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു ലോ ക്ലാസ് കോണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട്, അല്ലെങ്കിൽ ലോ ക്ലാസ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നൊരു ചാനൽ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്രേ ഉള്ളൂ. നിങ്ങളെ ഒരു 5 സ്റ്റാർ ഹോട്ടലായിട്ട് കണ്ടോളൂ, അവരെ നിങ്ങളൊരു വളരെ ചെറിയൊരു തട്ടുകടയായിട്ടും കണ്ടോളൂ. നിങ്ങളുടെ ഹോട്ടലിൽ കയറാനും ആളുണ്ടാവും, തട്ടുകടയിൽ കയറാനും ആളുണ്ടാവും. തട്ടുകടയിൽ കയറുന്ന ചില ആളുകൾ ഒരിക്കലും നിങ്ങളുടെ ഹോട്ടലിൽ കയറാൻ പോകുന്നില്ല. നിങ്ങളുടെ ഹോട്ടലിൽ കയറുന്ന ചില ആളുകൾ ഒരിക്കലും തട്ടുകടയിൽ കയറിയില്ല എന്നും വരും. ഇത് രണ്ടും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ടിനും ഇവിടെ എക്സിസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഈ തട്ടുകട ഒരു പബ്ലിക് ന്യൂയിസൻസ് ആയി മാറുന്നുണ്ടെങ്കിൽ, ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നായി മാറുന്നുണ്ടെങ്കിൽ നമുക്കത് ചോദ്യം ചെയ്യാം. നേരെ മറിച്ച് തട്ടുകട ഇടുന്നത് തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്ന് പറയുന്ന പോലെയാണ് പലതരം കോണ്ടൻറ്റുകളുണ്ട്. കോണ്ടൻറ്റുകൾ ആളുകൾ അവരവരുടെ ഇഷ്ടത്തിന് അവരവർക്ക് പറ്റുന്ന രീതിയിൽ അവരുടെ ഒരു ലിമിറ്റേഷൻ ഉള്ളിൽ നിന്നുകൊണ്ട് അവർ ചെയ്തോട്ടെ, അതൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു പൊതുജന പ്രശ്നമായി മാറുന്നു എന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ അവർ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം, അത് കൈകാര്യം ചെയ്ത രീതി, അതൊക്കെ തെറ്റാണെന്ന് തോന്നുമ്പോൾ നമുക്ക് അതിൻ്റെ മെക്കിട്ട് കയറാം. എന്ന് വെച്ചാൽ ആ വിഷയത്തിനെ അവർ അപ്രോച്ച് ചെയ്തിരിക്കുന്ന രീതിയുടെ മെക്കിട്ട് കയറാം, അവരുടെ മെക്കിട്ട് കയറാൻ പാടില്ലല്ലോ. അപ്പോൾ എല്ലാത്തരം ക്രിയേറ്റേഴ്സും ഇവിടെ ഉണ്ടാവട്ടെ, അവർ നല്ല കോണ്ടന്റുകൾ ഉണ്ടാക്കട്ടെ. ഒരു പബ്ലിക് ന്യൂസൻസ് അല്ലെങ്കിൽ ഒരു പബ്ലിക് ത്രെട്ടായിട്ടൊക്കെ അവർ മാറുന്ന സമയത്ത് നമ്മൾ അവർ ചോദ്യം ചെയ്താൽ മതി എന്നേ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. എന്തായാലും നമുക്ക് ഈ വീഡിയോയിലെ മെയിൻ ഭാഗത്തേക്ക് വരാം. 4 പ്രധാനപ്പെട്ട യൂട്യൂബ് ചാനലുകൾ. അതിലൊന്ന് വിജയകുമാർ ബ്ലാത്തൂറിൻ്റെ യൂട്യൂബ് ചാനലാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുമ്പോൾ ചില ആളുകൾക്കെങ്കിലും തോന്നും, പിന്നെ നീയൊക്കെ പറഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് പുള്ളി അറിയാൻ. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ മേഖലയിൽ വളരെ പ്രശസ്തനും ഒക്കെയാണ്. അതിനുശേഷം അദ്ദേഹം യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ തുടക്ക സമയത്ത്, അതായത് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയത്ത് ഒരു വീഡിയോ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് അറിവുള്ള ഒരാളായിരിക്കാം ഒരുപക്ഷെ നിങ്ങളും, പക്ഷേ ഈ അറിവിനെ നിങ്ങൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വളരെ സിമ്പിളായിട്ടുള്ള ഭാഷയിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന രീതിയിൽ, ചില നല്ല അധ്യാപകരില്ലേ, അവർ വളരെ കോംപ്ലിക്കേറ്റഡ് കാര്യം പറഞ്ഞാൽ പോലും നമ്മുടെ തലയിൽ കയറും, പിന്നെ അത് അവിടെ ഇരുന്നോളും, പോവില്ല, പരീക്ഷയുടെ അന്ന് വരെ അത് പോവില്ല എന്ന് പറയുന്ന പോലെ അങ്ങനെ രസമായി കാര്യങ്ങളെ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു അവതരണം ഉണ്ടല്ലോ, ആ അവതരണ മികവ്, അതാണ് എനിക്ക് ആസ് എ യൂട്യൂബ് ചാനൽ അദ്ദേഹത്തിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടായത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഈ ലാസ്റ്റ് ഒരു അണ്ണാനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ വരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ള യൂട്യൂബ് ചാനലാണ്. ഇപ്പോൾ ആ ചാനൽ അതിൻ്റെ ഒരു ഗ്രോത്തിൻ്റെ സ്റ്റേജിലാണ്. അപ്പോൾ ഒരുപാട് വളരാൻ ആ ചാനലിന് സ്കോപ്പുണ്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ആ അവതരണവും അദ്ദേഹം പറയുന്ന വിഷയങ്ങളും നമുക്ക് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടാൻ സാധ്യതയുള്ളതാണ് എന്ന് തോന്നുന്നതുകൊണ്ടും, എന്ന് വെച്ചാൽ കൂടുതലും ഈ നേച്ചർ, വൈൽഡ് ലൈഫ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അത് ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് അത്തരം ഇഷ്ടങ്ങളുണ്ടെങ്കിൽ വിജയകുമാർ ബ്ലാത്തൂറിൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. വിജയകുമാർ ബ്ലാത്തൂറിനെ എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല, കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ചെയ്തു, അദ്ദേഹം റിപ്ലൈ ചെയ്തു എന്ന് പറയുന്ന ഒരു പരിചയം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ യൂട്യൂബ് ചാനൽ ജൂലിയസ് മാനുവൽ എന്ന് പറയുന്ന ആളുടെ യൂട്യൂബ് ചാനലാണ്. അദ്ദേഹത്തിനൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു, പേജോ പ്രൊഫൈലോ ആണ്.
അതിൽ അദ്ദേഹം ഒരുപാട് കുറിപ്പുകൾ ഇടുമായിരുന്നു. എന്ന് വെച്ചാൽ പഴയ ചരിത്രമൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് ഇങ്ങനെ പോയി കുറേ കാര്യങ്ങൾ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഞാൻ ആ എഴുത്തുകൾ മുഴുവൻ കുത്തിയിരുന്ന് വായിക്കുമായിരുന്നു. ചില കാര്യങ്ങളുണ്ടല്ലോ, നമ്മളിത് പഠിക്കാൻ വേണ്ടി വായിക്കുന്നതല്ല, വായിക്കുമ്പോൾ ഉള്ള രസമുണ്ട്. അതിനോടൊപ്പം നമ്മൾ എവിടെയൊക്കെയോ കേട്ടിട്ടുള്ള, സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കണക്റ്റായി വരുന്നത്, അതൊക്കെ ഭയങ്കര ഒരു കൗതുകം ഉണർത്തുന്ന ഒന്നാണല്ലോ. അങ്ങനെ വളരെ ഗ്രിപ്പിംഗ് ആയിട്ടിരുന്ന് വായിക്കുന്ന എഴുത്തുകൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിനുശേഷം പുള്ളി യൂട്യൂബ് ചാനൽ തുടങ്ങി. ചാനൽ ഇപ്പോൾ നല്ല നിലയിലുള്ളൊരു ചാനലാണ്. ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ട് വളരേണ്ട ചാനലൊന്നുമല്ല. പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഈ ചാനലൊന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു സജഷൻ തരിക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ എൻ്റെ ചാനലിൽ ഈ ടിക്ക് മാർക്ക് ഉണ്ടല്ലോ, മറ്റേ വെരിഫിക്കേഷൻ, അതിൻ്റെ സമയത്തൊക്കെ അദ്ദേഹം എനിക്ക് മെസ്സേജൊക്കെ അയച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ വളരെ രസകരമായിട്ട്, ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളത് പഠിക്കാൻ വേണ്ടിയിട്ട് കാണണമെന്നും ഞാൻ പറയില്ല. പക്ഷേ ചില സമയത്ത് നമ്മൾ ഈ ആനിമൽ പ്ലാനറ്റ്, ഡിസ്കവറി, ഈ ചാനലൊക്കെ ഇരുന്ന് കാണുമ്പോൾ നല്ല രസമുള്ളതുകൊണ്ട് നമ്മളിരുന്ന് കാണില്ലേ, അങ്ങനെ കാണും. ഇനി പഠിക്കാനാണെങ്കിൽ അങ്ങനെ പഠിക്കാനുള്ളതും അതിനകത്തുണ്ട്. മൂന്നാമത്തെ ആളുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കോണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റാണ്. വല്ലാത്തൊരു കഥ ചെയ്തുകൊണ്ടിരുന്ന ബാബു രാമേന്ദ്രൻ. അദ്ദേഹത്തിനെയും ഞാൻ IFFK വേദിയിൽ വെച്ച് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര അഭിമാനവും സന്തോഷമൊക്കെ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെന്ന് ഷെയ്ക്കാൻ കൊടുത്തിട്ട് എൻ്റെ പേര് ഉണ്ണി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചു പറഞ്ഞു. അതെനിക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു. വ്യക്തികൾ എന്ന് പറയുന്നത് അവർ ചിലപ്പോൾ അവരുടെ സ്ഥാനം കൊണ്ടോ, അവർ നേടുന്ന സാലറി കൊണ്ടോ, അവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടോ ഒക്കെ വലുതാണെന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ ഉള്ളിൽ അവർ വളർന്ന് വലുതാവുന്നത് അവരെന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളത് കണ്ടിട്ടാണ്. ബാബു രാമേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്ക് ഇടുന്ന എഫേർട്ട്, ആ വീഡിയോയുടെ ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി, അതിൽ പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ വ്യക്തത, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ നല്ല അവതാരകരെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എൻ്റെ മനസ്സിൽ ബാബു രാമേന്ദ്രൻ ഇങ്ങനെ വലുതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഞാൻ നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ടെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ. എന്തായാലും അദ്ദേഹം ഏഷ്യാനെറ്റിൽ നിന്ന് രാജിവെക്കുകയും അദ്ദേഹത്തിൻ്റെ സ്വന്തം യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഇനി വല്ലാത്തൊരു കഥയുടെ എപ്പിസോഡുകൾ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും നമ്മൾ ഫോളോ ചെയ്തിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും പറയാനുള്ള കെൽപ്പുള്ളൊരു ചാനൽ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. കാരണം പല ആളുകൾക്കും ഈ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വരുമ്പോൾ ഒരു ചായ്വ് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ അത് പൊളിറ്റിക്കലായിരിക്കും, ചിലപ്പോൾ അത് റിലീജിയസ് ആയിരിക്കും, അല്ലെങ്കിൽ പല തരത്തിൽ വരും. പക്ഷേ പറയാൻ പോകുന്ന കാര്യം റിസർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് ഇതാണ്, ഇതിങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എന്ന് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള അവതരണം ഉണ്ടല്ലോ. ആ കാര്യത്തിൽ എനിക്ക് ബാബു രാമേന്ദ്രൻ്റെ വീഡിയോസ് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചാനലിലെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. നാലാമത്തൊരു ചാനൽ, ഈ ചാനലാണ് എനിക്ക് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ അത്രയും ചാനലുകൾക്കും അത്യാവശ്യം ഫോളോയിങ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ചാനൽ നിലവിലൊരു ബിഗിനിങ് സ്റ്റേജിൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന, കാരണം 15,000-നടുത്ത് സബ്സ്ക്രൈബേഴ്സാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ചാനലിനുള്ളത്. ഐ ഡ്രൈവ് സേഫ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഈ ചാനലിലേക്ക് ഞാൻ എത്തപ്പെടുന്നത് MVDയുടെ കേരള അവരുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഈ അടുത്ത് നടന്ന വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ട് മരിക്കാനിടയായ സാഹചര്യം, ആ അപകടം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ വിലയിരുത്തിക്കൊണ്ട്, അവിടുത്തെ തെളിവുകളും സാഹചര്യങ്ങളും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം ചെയ്തൊരു വീഡിയോ ആണ്. പേര് പറഞ്ഞില്ല, സിബി മത്തായി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും ഈ അപകട സ്ഥലം സന്ദർശിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ്. പലപ്പോഴും ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിനെക്കുറിച്ച് നാട്ടിൽ അതുവരെ ഇല്ലാതിരുന്ന എക്സ്പേർട്ടുകളൊക്കെ പൊട്ടിമുളയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആ പൊങ്ങി വരലുകളിൽ പലതും ഇവിടുന്ന് എന്തോ കേട്ട് ഈ പാതി ബോധം പോലും ഇല്ലാതെ പറയുന്നതാണെന്ന് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ കൃത്യമായിട്ടുള്ളൊരു അവലോകനം നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ മിമിക്രി താരമായിരുന്ന സുധി, അദ്ദേഹം മരിച്ച ആ ഒരു അപകടത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഐ ഡ്രൈവ് സേഫ് എന്ന് പറയുന്ന ചാനലിൽ കിടപ്പുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എങ്ങനെയാണ് അപകടത്തിനെ വിലയിരുത്തിയതെന്നും നമുക്കെങ്ങനെ അത്തരം അപകടങ്ങൾ ഒഴിവാക്കാമെന്നും വളരെ പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻസ് പറഞ്ഞ് വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പ്രത്യേകത. തീർച്ചയായും നിങ്ങൾ വാഹനം ഓടിക്കുന്ന, നമ്മളൊക്കെ റോഡിലിറങ്ങി നടക്കുന്ന ആളുകളല്ലേ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളെയും പ്രതിപാദിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഐ ഡ്രൈവ് സേഫ്. ആ ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ 4 യൂട്യൂബ് ചാനലുകളെ കുറിച്ചാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. വേറെയും കുറേ യൂട്യൂബ് ചാനലുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, നല്ല രസമുള്ള കോണ്ടൻ്റ് ഒക്കെ ചെയ്യുന്ന. അവരെക്കുറിച്ചും നമുക്ക് വരും ദിവസങ്ങളിൽ സംസാരിക്കാം. നമുക്ക് ഒന്നായി നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറാം, അല്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.